മെഗാ അധികാരം മാറി കേരളത്തിന് പുതിയൊരു മുഖ്യമന്ത്രിയായി, ഒരു പൂക്കിയ മുഖ്യമന്ത്രി. പക്ഷെ ആളത്ര പൂക്കിയല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 10 വർഷക്കാലം പിണറായി സർക്കാരിൻ്റെ ഭരണമായിരുന്നു. ആ ഭരണത്തിൽ ആ സർക്കാരിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥരെല്ലാം പണി വാങ്ങിച്ചു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്നത് പോലെ നമ്മുടെ വി ഡി സതീശൻ എല്ലാവർക്കും ഒരു പണി കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ, സ്വാഭാവികമായിട്ടും ഒരു 5 വർഷക്കാലം ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായ ഒരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സാധാരണ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 വർഷം ഒരു പാർട്ടി ഭരിക്കുന്നു, ഒരു മുന്നണി ഭരിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത മുന്നണി അധികാരത്തിൽ വരുന്നു. അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇടത് സർക്കാരാണ്. ഇപ്പോൾ 5 വർഷം കൊണ്ട് മാത്രം മാറുന്ന ഒരു സർക്കാരാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഹാങ് ഓവർ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ അനുയായികൾക്കും എല്ലാവർക്കും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ 10 വർഷം ഭരിച്ച ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെയും ആ ഒരു ധാർഷ്ട്യവും അവരുടെ കോൺഫിഡൻസിന്റെ ലെവലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ പോലീസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരു 2 ആഴ്ച മുൻപത്തെ പോലീസ് അല്ലെങ്കിൽ ഒരു 2 മാസം മുൻപത്തെ പോലീസ് സംവിധാനം, അവരുടെ ഒരു അപ്രോച്ച്, ജനങ്ങളോടുള്ള അപ്രോച്ച്, ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്രോച്ചിലൊക്കെയാണ്. ഏറ്റവും ആദ്യം പറയേണ്ടത് പോലീസ് സംവിധാനത്തിലെ അഴിച്ചുപണി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ട്. ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ കഴിയുന്നുണ്ട്. അത് സാധാരണ പോലീസുകാരൻ ഒരു CPO ലെവലിലുള്ള ആളിൽ നിന്ന് മുകളിലേക്ക് ഈ പറഞ്ഞ റാങ്ക് വ്യവസ്ഥയിലുള്ള ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ പോലും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ സ്വജന പക്ഷപാതം, എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായാലും അവർ ADGP റാങ്കിൽ തന്നെ ഇരിക്കുക എന്നുള്ള ഒരു ധാർഷ്ട്യമൊന്നും ഇവിടെ ഇല്ല. അത്ര നിർബന്ധ ബുദ്ധിയൊന്നും ഇവിടെ ആർക്കുമില്ല. മുകളിലിരുന്ന് എല്ലാവരും താഴെ വരട്ടെ എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞു. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് ഈ പറഞ്ഞ സുഖമായിട്ടിരുന്ന പോലീസുകാരെ എല്ലാം സ്റ്റേഷൻ ഡ്യൂട്ടിക്കും അതുപോലുള്ള ഇച്ചിരി പണിയുള്ള പരിപാടികൾക്കും ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 10 കൊല്ലക്കാലം കൊണ്ട് സുഖവാസത്തിന് അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുമ്പോൾ വന്നാൽ മതി, ഞങ്ങൾക്ക് വേണ്ടി പാർട്ടി അനുയായികളായിട്ട് പണിയെടുത്താൽ മതി, യൂണിഫോമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ടാതിരുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഓഫീസിലേക്കേ വേണ്ട, പോലീസ് സ്റ്റേഷനിലേക്കേ വേണ്ട, വരിക, രാവിലെ വരെ ഒപ്പിടുക, ഒരു വണ്ടി എടുക്കുക, വെളിയിലോട്ട് ഇറങ്ങി പോവുക, ഇങ്ങനെ റൗണ്ട് അടിച്ച് വെളിയിൽ നിൽക്കുന്നവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വൈകുന്നേരം ആകുമ്പോൾ വരിക. ഒരു ഡ്യൂട്ടിയും ഇല്ലാതിരുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുക്കും നമ്മൾ കാണുന്നുണ്ട്. യൂണിഫോം ഇടണ്ടാത്ത ആളുകൾക്കെല്ലാം യൂണിഫോം ഇട്ട് ഡ്യൂട്ടി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ, പിന്നെ പ്രതികാര നടപടിയുടെ ഭാഗമായി രാവിലെ രാത്രിയൊക്കെ വെറുതെ തട്ടിക്കൊണ്ടിരുന്ന ട്രാൻസ്ഫറുകളെല്ലാം ഇപ്പോൾ സമാധാനമായി ഒരിടത്തിരുന്ന് പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രതികാര നടപടികൾ കഴിഞ്ഞ 10 വർഷമായി അനുഭവിച്ചവർക്കെല്ലാം സമാധാനമായിരിക്കാൻ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എങ്ങനെയാണ് പെരുമാറിയത്, ആ കേസ് എവിടെയാണ് എന്നെല്ലാം നമുക്കറിയാമായിരുന്നു. ഈ സർക്കാർ ആദ്യം വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ വരുന്ന വാർത്തകൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെല്ലാം വന്നിട്ടുള്ള അഴിമതിയുടെ ഓരോ ലിസ്റ്റുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ ഒരു വാർത്ത എന്ന് പറയുന്നത് കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ വക മാറ്റി എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഈ 10 വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാരും ആ സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, ഈ പാർട്ടി ബന്ധത്തിൽ പാർട്ടി അനുഭാവിയായിട്ട് വന്ന് പാർട്ടി പ്രവർത്തകരായി പാർട്ടിക്ക് വേണ്ടി പണമടിച്ചു മാറ്റിയ ആളുകൾ, അങ്ങനെ വേണം പറയാൻ. ഇവരെല്ലാം അടിമുടി പാർട്ടിയാണല്ലോ. കഴിക്കുന്നത് പാർട്ടി, തിന്നുന്നത് പാർട്ടി, സംസാരിക്കുന്നത് പാർട്ടി, അടിമുടി പാർട്ടിയാണ്. അപ്പോൾ അടിച്ചു മാറ്റുന്ന പൈസയും പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ മാറ്റുന്ന പൈസയ്ക്ക് ഇവർ കണക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കണക്കുകൾ ഈ സർക്കാർ ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. തെളിവില്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ പല കേസുകളും കുത്തിപ്പൊക്കുന്നുമുണ്ട്.
ഈ പറഞ്ഞ അഴിമതി മാത്രമല്ല, അഴിമതി ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ എ ഡി തോമസിനെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണെങ്കിൽ പോലും കണ്ണൂർ റേഡിയം കാർഫർ സ്ക്രീൻഷോട്ട്, കണ്ണൂർ റേഡിയം ആത്മഹത്യ ചെയ്ത സംഭവം, ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ ആരോഗ്യമന്ത്രിക്ക് കഴുത്തിന് പരിക്കേൽപ്പിച്ച സംഭവം, ഈ പറഞ്ഞ എല്ലാ കേസുകളും വീണ്ടും കുത്തിപ്പോകുന്ന സാഹചര്യമുണ്ട്. സത്യം എന്താണെന്ന് പുറം ലോകം അറിയും. ഇപ്പോൾ ഈ പറഞ്ഞ നവകേരള യാത്രയുടെ സമയത്ത് മർദ്ദിച്ച സംഭവമാണെങ്കിൽ പോലും സത്യം എന്താണ് നടന്നതെന്ന് പൊതുജനത്തിന് മുൻപിലും മാധ്യമങ്ങളുടെ മുന്നിലും ഡിജിറ്റൽ തെളിവുകളായി തന്നെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. അതിൽ പോലും തെളിവില്ല എന്നും അതുപോലെ തന്നെ ഇതിൽ രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ് തള്ളിപ്പോയ കേസുകളെല്ലാം വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പൊതുജനത്തിന് സർക്കാരിൽ ഒരു വിശ്വാസം വരികയാണ്. ശരിയാണ്, നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കണ്ട ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ മാത്രമല്ല, ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഇച്ചിരി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കേസുകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അവരുടെ ഗേറ്റ് കീപ്പിങ്ങിന് പുറത്തു വന്ന, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സർക്കാരിന് ചുറ്റുമുള്ള കുറെ കിങ്കരന്മാരും പൊതിഞ്ഞു പിടിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് പുറത്തേക്കും വന്ന വാർത്തകളാണ് ഈ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതും നവീൻ ബാബുവിന്റെ കേസും അതുപോലുള്ള പല കേസുകളും. അപ്പോൾ ഈ ഗേറ്റ് കീപ്പിങ്ങിന് ഉള്ളിൽ പെട്ടുപോയ പല കേസുകളും ഉണ്ട്. അത് പുറത്തു വരും. ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാം കൃത്യമായിട്ടുള്ള നടപടികൾക്കുള്ള ശുപാർശകൾ വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇത്തരത്തിൽ അഴിമതി ചെയ്തിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെയും അഴിമതികൾ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. വകവിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ആളുകളെല്ലാം ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. പുതിയ സർക്കാർ അധികാരത്തിലെടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വ്യത്യാസം. മറ്റുള്ള സർക്കാരും വി ഡി സതീശൻ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ സർക്കാർ ആദ്യമേ തന്നെ പഠിക്കുകയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകൾ. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അവരിൽ നടക്കുന്ന ഈ അഴിമതി കേസുകൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന വലിയ വിഷയമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ആദ്യമേ ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അടിയിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്ന് ഒരു 4-5 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസം കൊണ്ട് എത്ര കേസുകൾ പിടിച്ചു എന്ന് നമുക്കറിയാം. ഓപ്പറേഷൻ സീറോ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ലോഞ്ച് കഴിയുമ്പോഴത്തേക്കും, കാരണം കുറേ ഉദ്യോഗസ്ഥരെല്ലാം സർവേലൻസ് ലിസ്റ്റിലുണ്ട്. ഇത്തരത്തിൽ കാശ് വാങ്ങിച്ച് പരിപാടികൾ ചെയ്യുന്ന, പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഇത്ര കുറേ ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പൊ ഇവരെ എല്ലാം വട്ടമിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സീറോ വരുന്നുണ്ട്. ഒന്ന് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ പുറകിൽ നടപടിയുമായി വരുമ്പോഴേക്കും തൂങ്ങാതിരുന്നാൽ നന്നായി. അതെ, ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പണം വാങ്ങി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ പാർട്ടി അനുയായി ആയതുകൊണ്ട് മാത്രം ഈ പറഞ്ഞു കൊടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഭയന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ADGP MR അജിത് കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, ഈ അടുത്തിടയ്ക്ക് വന്ന ആരോപണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കീഴ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പലതും ചെയ്യിപ്പിച്ചു എന്നാണ്. ഇവരെല്ലാം ഇതിൽ ബലിയാടുകളാവുകയായിരുന്നു. ഇവർക്ക് പാർട്ടിയോട് ഈ പറഞ്ഞ അനുഭവം ഉള്ളത് കൊണ്ടൊന്നുമല്ല, അവർക്ക് സാമ്പത്തികമായ മെച്ചമുണ്ടാകുന്നത് കൊണ്ടല്ല, ജീവനോടുള്ള ഭയം കൊണ്ട്, ജീവൻ തിരിച്ചു വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പലതും ചെയ്യേണ്ടി വന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കെല്ലാം ഇത് തുറന്നു പറയാനൊരു സ്പേസും കൂടി ആവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുതന്നെയായാലും ഈ പറഞ്ഞതുപോലെ ഈ DGP IG ലെവലിലൊക്കെയുള്ള അഴിച്ചുപണികൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ പിണറായിയുടെ സ്തുതിപാഠകരായിരുന്ന പലരും വീഴുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ADGP MR അജിത് കുമാറിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എത്ര ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ വാർത്ത നോക്കുകയാണെങ്കിൽ 1-2 ആരോപണം ഒരു ദിവസം ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു പീരീഡ് ഓഫ് ടൈം തന്നെ അതിലുണ്ടായിരുന്നു. ട്രോളി വിവാദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് കേട്ടിരുന്നു. അതുപോലെ തന്നെ ഈ നവകേരള യാത്രയ്ക്ക് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ മുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കടിഞ്ഞാണിടുന്ന ഒരു ദിവസം അടുത്ത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മൊത്തത്തിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രി അത്രയ്ക്ക് സോഫ്റ്റോ അല്ലെങ്കിൽ വിശാല മനസ്കനോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് നടപടികൾ എവിടെ എടുക്കണം
ആർക്കെതിരെ വടിയെടുക്കണമെന്ന് അറിയാവുന്ന ആള് തന്നെയാണ്. അതെ, ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുടെ താഴെ വന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ടല്ലോ എന്ന് തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ പോലും മുഖ്യമന്ത്രി ചിരിക്കുകയും ചെയ്യും, ചിന്തിക്കുകയും ചെയ്യും, കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏതൊരു സർക്കാരാണെങ്കിലും ഇത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കൃത്യമായ പഠനം നടത്തിയ ശേഷം മാത്രമാണ് സംസാരിക്കുന്നത്. കയ്യിലുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് വലിയ പാരഗ്രാഫ് ഒക്കെ ഉണ്ടാക്കി വെറുതെ പറയുന്നതല്ല. കൃത്യമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കൃത്യമായ സ്റ്റഡി നടത്തുന്നുണ്ട്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, ബ്യൂറോക്രാറ്റ് ലെവലിൽ തന്നെ നല്ല ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മുന്നോട്ടും ഈ പറഞ്ഞ തുടക്കത്തിന്റെ ശുഷ്കാന്തി അല്ല ഈ കഴിഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും തുടക്കത്തിന്റെ ശുഷ്കാന്തി അല്ല. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്നതിന്റെ തുടക്കമാണ്. മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതെ.